സ്നേഹമുള്ളവരെ, സല്യൂട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പരിശ്രമിച്ചാലേ എന്തെങ്കിലും നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നുള്ളൂ എന്ന്. അതെൻ്റെ കാര്യമാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയല്ല. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും അവരുടെ ആവശ്യമുള്ള, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ അനായാസം ചിരിച്ചുകൊണ്ട് സന്തോഷമായി നേടിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത പല കാര്യങ്ങൾക്കും ഇല്ലായിരുന്നു. കൂടാതെ ഒരു ദിശ തരാനായിട്ടുള്ള ഒരാളില്ല, ഒരു വ്യക്തിയില്ല, അല്ലെങ്കിൽ ഒരു സംവിധാനമില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അക്കാഡമീസ് ഉണ്ട്. സിവിൽ സർവീസിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ചെറിയ പ്രായം തൊട്ട് തന്നെ ഓറിയൻറ്റ് ചെയ്യാനും വഴി കാട്ടാനും ഒരു ഡയറക്ഷൻ തരാനും ക്ലിയറായിട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നൊരു തീരുമാനം ചെറിയ പ്രായത്തിൽ തന്നെ എടുക്കാനും ഒക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ, പാത വ്യക്തമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തിപ്പറ്റാൻ സാധിക്കും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കുറച്ച് അവഗണനയിലൂടെ വളർന്ന് പഠിക്കാൻ അത്ര മിടുക്കിയല്ലാതിരുന്ന, യാതൊരു തരത്തിലുള്ള മറ്റ് ഓട്ടമോ ചാട്ടമോ അത്ലറ്റിക്സോ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടുകയോ ട്രോഫി വാങ്ങിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരുന്ന എന്നെപ്പോലെ ഒരാൾക്ക് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്ത് UPSCയുടെ പരീക്ഷ എഴുതി IPS ആകാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും അത് സാധിക്കും. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരാൾക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും പറ്റും എന്നാണ്. ആ ഒരു ആത്മവിശ്വാസം, ആ ദൃഢത നമ്മുടെ ഉദ്ദേശത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് സിവിൽ സർവീസ്. നിങ്ങൾക്ക് സിവിൽ സർവീസ് ഒരു IPS ഓഫീസർ ആകണമെന്നോ ഒരു IAS ഓഫീസർ ആകണമെന്നോ ഉള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പ്രായമാകുമ്പോഴെങ്കിലും സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കണം. ഞാൻ എഴുതിയിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോഴുള്ള സിലബസ് ഒക്കെ ഒരുപാട് മാറി. ഞാൻ എൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് തന്നെ ഇപ്പോഴത്തെ സിലബസ് നോക്കി തന്നെ പഠിക്കണം. നിങ്ങൾ തീർച്ചയായും ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതായത് ഈ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ആഗ്രഹമാണോ അതോ വേറെ ആരുടെയെങ്കിലും ആഗ്രഹമാണോ? നിങ്ങളുടെ അച്ഛനമ്മമാരാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരു IAS ഓഫീസർ ആക്കണം, IPS ഓഫീസർ ആക്കണമെന്ന്? എങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വലിയ ശക്തിയില്ല. നിങ്ങൾ തന്നെ സ്വയം ആഗ്രഹിക്കണം. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, എനിക്കൊരു പൈലറ്റ് ആകണം, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നു നീ ഒരു ഡോക്ടർ ആയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് സയൻസ് പഠിപ്പിച്ച് ബയോളജി പഠിപ്പിച്ച് മെഡിക്കൽ കോളേജിൽ അയച്ച് ഞാൻ ഡോക്ടറായി. പക്ഷെ ജീവിതകാലം മുഴുവനും ആ ഡോക്ടർ എന്നുള്ള ജോലി സന്തോഷത്തോടു കൂടിയോ ചാരിതാർത്ഥ്യത്തോടു കൂടിയോ ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും ഒരു വിഷമം മനസ്സിൽ കിടക്കും. അച്ഛന്മാർ എപ്പോഴും നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കും പറയുന്നത്, അതിനൊരു സംശയവും ഇല്ല. നമ്മുടെ മനസ്സിൽ ഒരു പ്രായമാകുമ്പോൾ 18, 19, 20 വയസ്സൊക്കെ ആകുമ്പോൾ വ്യക്തമായ ഒരു ആശയം ഉടലെടുക്കും. എനിക്ക് ഇഷ്ടമുള്ള വിഷയം പഠിച്ച് ഇഷ്ടമുള്ള ജോലി എടുക്കാനായിട്ട് കുട്ടികൾക്ക് പ്രാപ്തി കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതം തന്നെ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് നന്നായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സിവിൽ സർവീസ് ആഗ്രഹം, UPSC പരീക്ഷ എഴുതി ജയിക്കണം എന്നുള്ള ആഗ്രഹം ആദ്യമായിട്ട് ജെന്യുവിൻ ആണോ, ഇത് നിങ്ങളുടെ സ്വയം ആഗ്രഹമാണോ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ബേണിംഗ് ഡിസയർ ആണോ? ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീവിച്ചത് IAS, ഉറങ്ങിയത് IAS, ഉണ്ടത് IAS എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെയുള്ള ഒരു എന്താണ് ഒരു ആവേശം ആ ഒരു ആഗ്രഹത്തിനുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ച് നോക്കുക. കാരണം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അനായാസം അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ വേണ്ടത് നിശ്ചയദാർഢ്യമാണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ തളർത്താതിരിക്കണം. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ പാത, പലരും പറയും ഇതാണ് ഇങ്ങനെ ഇതുവഴി പോയാൽ മതി, ഇതുവഴി എന്ന് പറയുമ്പോൾ വേറൊരാൾ പറയും അങ്ങനെയല്ല, ഇതുവഴി ഇങ്ങനെയല്ല പഠിക്കേണ്ടത്, എഴുതി പഠിക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം, അല്ലെങ്കിൽ അത് ഈ ബുക്ക് വായിക്കണം, മറ്റത് വായിച്ചില്ലേ എന്നാ ഒരിക്കലും കിട്ടൂല എന്നിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പലരുടെയും അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ ഒരു കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന വിവരം മാത്രം വെച്ചുകൊണ്ട് പഠിക്കുക. പിന്നെ ഒരു വിഷയം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം, അത് കണക്കാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ചരിത്രമാണെങ്കിലും എന്താണെങ്കിലും ഇഷ്ടമുള്ളൊരു വിഷയം കൈകാര്യം ചെയ്താൽ വളരെ എളുപ്പം അത് കരസ്ഥമാക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അധികം വില കൽപ്പിക്കാതിരിക്കുക. നമ്മുടെ സ്വന്തം അഭിപ്രായം എന്താണോ അതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ജെന്യുവിനായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കാനായി താല്പര്യം കാണിക്കുക. ഏത് പരീക്ഷയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും വിജയം കൈവരിക്കാൻ നമ്മളൊരു പാത തിരഞ്ഞെടുത്ത് അതിലൂടെ കുറച്ച് സ്ഥിര ഉത്സാഹത്തോടു കൂടി, ദൃഢവിശ്വാസത്തോടു കൂടി
നീങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് എത്തിപ്പറ്റാൻ പ്രയാസമൊന്നുമില്ല, നല്ല എളുപ്പം എത്തിപ്പറ്റാൻ സാധിക്കും. സിവിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ജോലിയാണ്, പ്രത്യേകിച്ചും IPS. കാരണം ഞാൻ IPS ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് പറയുകയല്ല, ഒരുപാട് ആളുകളെ സേവനം ചെയ്യാൻ സാധിക്കുന്ന, വളരെയധികം സഹായം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, മനസ്സിന് ഒരുപാട് സംതൃപ്തിയും സന്തോഷവും തരുന്ന ഒരു ജോലിയാണ്. കൂടാതെ നമ്മളൊക്കെ ഉള്ള ആത്മവിശ്വാസം ഒരുപാട് കൂട്ടാൻ സഹായിക്കും. പോലീസ് ലൈഫിനകത്ത് ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും, ഒരുപാട് കഷ്ടപ്പാട് കാണണം. ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ യാതനകളും ഒരുപാട് ക്രൂരമായിട്ടുള്ള മനുഷ്യരുടെ സ്വഭാവത്തിന്റെ ഒരു വശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ജീവിതത്തിന്റെ പല പല വ്യത്യസ്ത മുഖങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു നല്ലൊരു സർവീസാണ് IPS. ഓരോ അനുഭവങ്ങൾ നമുക്ക് തരുമ്പോഴും ആ അനുഭവം കിട്ടുമ്പോഴും അതനുസരിച്ച് നമ്മുടെ തന്നെ ഉള്ളിലുള്ള നമ്മുടെ വ്യക്തിത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവങ്ങൾ നമ്മളെ ഒരു കൂടുതൽ വളർത്തും എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് അറിവുകൾ അനുഭവങ്ങളിലൂടെ ലഭിക്കും. ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത ഒരു നല്ല ജോലിയാണ് IPS. വളരെ മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു പ്രൊഫഷനാണ് IPS. സിവിൽ സർവീസ് UPSC പരീക്ഷയൊക്കെ എഴുതി സിവിൽ സർവീസ് കിട്ടി മോളിൽ വന്ന് ഒരു ഉദ്യോഗസ്ഥയായിട്ടിരിക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള തലപ്പത്താണ് നമ്മളെ പോസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് പക്ഷെ വളരെ സ്ലിപ്പറിയാണ് അവിടെ പിടിച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്കൊരു പ്രത്യേക കഴിവ് വേണം. നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ വളരെ നല്ലതാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ വഴിവഴിപ്പ് അനുഭവപ്പെടില്ല. നമ്മുടെ ക്യാരക്ടർ വിജയം കൈവരിച്ച് കഴിഞ്ഞാലും ഒരു നിലയിൽ നിന്ന് താഴാൻ അനുവദിക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ വിജയം നമുക്ക് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. പറയുന്നുണ്ട് വി വിൽ ഓൾവേസ് സ്ട്രൈവ് ഫോർ എക്സലൻസ് എന്ന്. അപ്പൊ എക്സലൻസ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമുക്ക് എത്തിപ്പറ്റത്തില്ല, പക്ഷെ അതിലേക്ക് സ്ട്രൈവ് അതിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും പൊക്കമുള്ള കൊടുമുടിയുടെ അറ്റം എത്തി എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളും മുകളിൽ വേറെ വെക്കുന്നത് കാണാൻ പറ്റും. പർവ്വതാരോഹണം നടത്തുന്നവർ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എക്സലൻസ് എന്ന് പറയുന്നത് എത്തിപ്പറ്റി എന്നുള്ള ഒരു അഹങ്കാരം നമുക്ക് തലയിൽ വേണ്ട. അത് എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അതിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഉദ്ദേശശുദ്ധി, ലക്ഷ്യം അതൊക്കെ നല്ലതാണെങ്കിൽ, അത് കളങ്കമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു കരിയർ തരാൻ പറ്റുന്ന ഒരു നല്ലതാണ്. പെൺകുട്ടികൾ ഒട്ടും മടിച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് കടന്നു വരൂ. കാരണം കേരളത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, കിരൺ ബേഡി ആദ്യമായിട്ട് വനിതാ IPS ഉദ്യോഗസ്ഥയായി ഇന്ത്യയിൽ വന്നതുപോലെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവണം. അതുപോലെ ഞാനും ഒരുപാട് ആദ്യത്തെ ഉള്ള മുള്ളും കല്ലും എല്ലാം എൻ്റെ കാലില് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പാത കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ വരുന്നവർക്കൊന്നും ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്വർഗരാജ്യത്തുള്ള ഒരു കൊട്ടാരത്തിലെ സിംഹാസനത്തില് ഉള്ള ഒരു രാജാവോ രാജ്ഞിയോ ആയി മാറുക എന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണെങ്കിലും ഒരു ജോലി, ഒരു നല്ല ജോലി, ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ IAS IPS രാഷ്ട്രീയമോ സാഹിത്യമോ ഏത് മേഖലയിലാണെങ്കിലും അവിടെയുള്ള ഒരു കൊട്ടാരമുണ്ട്. ആ നമ്മുടെ സ്വപ്ന രാജ്യത്തിലുള്ള ഒരു കൊട്ടാരത്തിലെ ഒരു സിംഹാസനത്തിൽ നമുക്ക് കയറി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാത നമ്മൾ നടന്നല്ലേ ഒക്കുകയുള്ളൂ. ഇപ്പൊ ഒരുപാട് ദുർഘടങ്ങളും പ്രതിസന്ധികളും ഉള്ള ഒരു പാതയാണ്. ഇടയ്ക്കിടയ്ക്ക് വീഴാം, മറിഞ്ഞ് വീഴാം, തട്ടി വീഴാം, മുറിയാം, ചോര പൊഴിയാം. ചിലപ്പോൾ വല്ല വലിയ ഭൂതങ്ങൾ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ ആക്രോശിച്ച് നിൽക്കും, പേടിപ്പിച്ചുകൊണ്ട്. തിരിഞ്ഞോടാതെ ലക്ഷ്യം മറക്കാതെ മുന്നേറിയാൽ, പിന്നെ ഒരുപാട് ഊടുവഴികളും ഇടവഴികളും ഒക്കെ ഉണ്ട്, പ്രലോഭനങ്ങളുണ്ട്. ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഈ ഇടവഴി കൂടെ പോയാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തും, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ചിലർ വശീകരിച്ച് കൊണ്ടുപോകും. ചിലരിങ്ങനെ ചില പൂവാലന്മാരിൽ നിന്നുകൊണ്ട് മറ്റ് പല സമ്മർദ്ദങ്ങൾ, തന്ത്രങ്ങളൊക്കെ കാണിക്കും. നമ്മളിതാ ഇത് കണ്ടില്ലേ, ഫേസ്ബുക്ക് ചാറ്റ് കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ, നമുക്ക് ഇപ്പോൾ ഒളിച്ചോടാം, നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ സ്വർഗം, ഇവിടെ കുറച്ചും കൂടെ നല്ലൊരു കാര്യം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ മയക്കുമരുന്ന്, മദ്യം അതുപോലെയുള്ളതൊക്കെ വിൽക്കുന്നതും, കുട്ടികൾക്കുള്ള വീഡിയോ ഗെയിംസ്, പിന്നെ പൈസയുടെ പ്രലോഭനങ്ങൾ, അങ്ങനെയുള്ള ഇടവഴികളും ഇരുട്ട് വഴികളും ഒക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അത് കയറിയൊക്കെ നോക്കിയിട്ടൊക്കെ വന്നോ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം മറക്കാതെ തിരിച്ച് നമ്മൾ മുഖ്യപാതയിലൂടെ വന്ന് നമ്മുടെ കൊട്ടാരം അകത്ത് കയറി നമ്മൾക്കായി കാത്തിരിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കിരീടം എടുത്ത് തലയിൽ വെച്ച് ചെങ്കോലും പിടിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് അനുവചനീയമാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തെ എന്നെ ജീവിത പങ്കാളിയാക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ ക്യൂ നിൽക്കും. നേട്ടങ്ങൾ കൊയ്തെടുത്തുകൊണ്ട് ഒരുപാട് നാള് ഇങ്ങനെ വിജയത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട്
മറ്റുള്ളവർക്ക് ഉദാഹരണമായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ പബ്ലിസിറ്റി ഒക്കെ കുറവായിരിക്കും, പക്ഷെ എന്നാലും അവർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ആരാധന എന്നുള്ള കാര്യത്തിലല്ല, പക്ഷെ ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എന്തും മറ്റൊരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ആദ്യമായി എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. പിന്നെ പാത ദുഃഖടമാണെങ്കിലും അതിലൂടെ മുന്നേറാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. പിന്നെ ഒരിക്കലും ഈ ഊടുവഴികളിലൂടെ ഇടവഴികളിലൂടെയും പോയി പ്രലോഭനങ്ങൾക്ക് വശംവദരായി വീണ് കൊടുക്കാതെ ഇരിക്കണം. നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇപ്പോൾ ഒരു വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും വീണു പോകാതിരിക്കാനുള്ള ഒരു സ്വഭാവം, ഒരു വ്യക്തിത്വം നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യകത. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യവും മറ്റൊരു വ്യക്തിക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ എന്താഗ്രഹമാണെങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല 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 വാതിലുകളും നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളെ ആനയിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം കൂടെ വന്ന് നിങ്ങളെ അവിടെ നിങ്ങളുടെ ലക്ഷ്യത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവിധ നന്മകളും എൻ്റെ യുവ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സസ്നേഹം, ശ്രീലേഖ.